മറ്റൊരു വാർത്തയിലേക്ക്. ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട 15 പേർക്ക് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രയാഗ്രാജിലേക്ക് പോകാൻ ട്രെയിൻ കാത്തുനിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. അർജുൻ പീതാംബരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അർജുൻ, 15 പേർക്കാണ് പരിക്ക് പറ്റിയത്. ഇവരുടെ പരിക്ക് ഗുരുതരമാണോ? സന്ധ്യ, പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതരിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പോലീസിൽ നിന്നായാലും റെയിൽവേ പോലീസിൽ നിന്നായാലും ലഭിക്കുന്ന വിവരം. 15 പേർക്കാണ് ആദ്യം പരിക്കേറ്റത്. ആ 15 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവരെ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പ്രാഥമിക ശുശ്രൂഷയെല്ലാം നൽകിയ ശേഷമാണ് ഇവരെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് പോലീസ്. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഒരു തിക്കും തിരക്കും, ഒരു സ്റ്റാമ്പീഡ് എന്നുള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സാഹചര്യം പോലും ആ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഉത്തരമേഖല റെയിൽവേ വകുപ്പിന്റെ വിശദീകരണമായിട്ട് പോലും വന്നിരിക്കുന്നത്. പക്ഷേ ഈ 12, 13, 14 പ്ലാറ്റ്ഫോമുകളിൽ വലിയ തിക്കും തിരക്കും ഉണ്ടായിരുന്നു. അതിന് കാരണം ഈ പ്രയാഗ്രാജിലേക്ക് പോകാൻ, അതായത് കുംഭമേളയിൽ പങ്കെടുക്കാൻ പോകാൻ തീർത്ഥാടകരുടെ വലിയൊരു തിരക്കുണ്ടായിരുന്നു. മാത്രമല്ല രണ്ട് ട്രെയിനുകൾ എന്ന് പറയുമ്പോൾ സ്വതന്ത്ര സേനാനി എക്സ്പ്രസും ഭുവനേശ്വർ രാജധാനി എക്സ്പ്രസും, ഈ രണ്ട് ട്രെയിനുകൾ വൈകി ഓടുകയായിരുന്നു. ആ രണ്ട് ട്രെയിനുകളും 13, 14 നമ്പർ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുന്നു. അതേ സമയത്ത് തന്നെയായിരുന്നു ഈ പ്രയാഗ്രാജിലേക്കുള്ള രണ്ട് പ്രത്യേക ട്രെയിനുകൾ എത്തേണ്ടിയിരുന്നത്. അങ്ങനെ ഈ വലിയ രീതിയിൽ ആളുകൾ തിക്കും തിരക്കും ഉണ്ടാക്കി. അവിടെ അത്തരത്തിൽ തിക്കും തിരക്കും ഉണ്ടായിരുന്ന 13, 14, 15 പ്ലാറ്റ്ഫോമിലെ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. മാത്രമല്ല ഈ 14 നമ്പർ പ്ലാറ്റ്ഫോമിലെ ഗോവണിയിൽ, അതായത് എസ്കലേറ്ററിൽ ഉണ്ടായിരുന്നവരും വലിയ രീതിയിൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ അവിടെ വിശദീകരണമായി റെയിൽവേ ഡെപ്യൂട്ടി കമ്മീഷണർ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് തിക്കിലും തിരക്കിലും അപകടമുണ്ടായത്. 15 പേർക്കാണ് പരിക്കേറ്റത്. ഇവർ പ്രയാഗ്രാജിലേക്ക് പോകാൻ നിന്ന യാത്രക്കാരാണ്. 15 പേരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.